ശേഖര, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ചേച്ചിയുടെ ഏകാധിപത്യവും ഭരണവും വേണമെങ്കിൽ എന്നോടായിക്കോ. ഞാൻ ആങ്ങളെയായതുകൊണ്ടും ഇളയതായതുകൊണ്ടും ഞാൻ നിന്നുതരാം. പക്ഷേ എന്റെ കൂടി മരുമകനായതുകൊണ്ട് ഇവനോട് വേണ്ട. ഇവൻ പറയുന്ന മര്യാദകളിനൊക്കെ നീയും കൂട്ടു നിൽക്കുവാണോ? അതിന് ശേഖരേട്ടൻ മര്യാദകേടെന്ന് പറഞ്ഞില്ലേ ചേച്ചി? രാജു നമ്മുടെ ഋതുവുള്ള ഭർത്താവാണ് ചേച്ചി. ചേച്ചിയുടെ ഒത്തിരി ഹരാസ്മെന്റ് ഇവ സഹിച്ചിട്ടുണ്ട്. ഇനി അത് വേണ്ട ചേച്ചി. ഓഹോ, അപ്പോ സംഘം ചേർന്നാണല്ലേ എന്നെ അറ്റാക്ക് ചെയ്യുന്നേ അല്ലേ? ചേച്ചി, മിക്ക വീടുകളിലും കേൾക്കുന്ന ഒരു വൃത്തികെട്ട വാക്കുണ്ട്, നാത്തോം പോര്. എന്റെ സംസ്കാരത്തിന് അത് ഒട്ടും ചേരാത്തോണ്ടാ ഞാൻ ചേച്ചിയുടെ മുന്നില് പല കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ ഇങ്ങനെ നിന്നു തരുന്നത്. ഞാൻ ചേച്ചിയോട് റിയാക്ട് ചെയ്താലേ എന്റെ ഹസ്ബൻഡിന് അത് വിഷമാവും. അതുകൊണ്ട് വേണ്ട. മാഡം, എന്റെ പേര് പറഞ്ഞ നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. വാടക വീടിനൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് കാലാവധി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാറാത്തത്. അതൊന്നും അല്ല, ആ SP സ്വാധീനിച്ചിട്ടാ നിങ്ങൾ മാറാത്തെ. മന്ത്രിയുടെ PA ആയതുകൊണ്ടാ SP നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നേ. മാഡം, ഏത് വാടക വീടിനും വാടക ചീട്ടുണ്ട്. ആ കാലാവധി തീരാതെ ആരും മാറി കൊടുക്കില്ല. ഇത് സ്വാധീനവും കൈക്കൂലിയാ. നീ എത്ര രൂപ SP-ക്ക് കൈക്കൂലി കൊടുത്തടാ? മാഡം, എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ ചേച്ചി? ഞാൻ പറയാം. നിന്നെപ്പോലെ തന്നെയാ പ്രതാപ ഞാനും. അഴിമതിയും സ്വജനപക്ഷപാതമൊന്നും എനിക്കും ഇഷ്ടമല്ല. നീ എത്ര ആദർശധീരനാണോ അതിന്റെ ഇരട്ടി ആദർശധീരിയാ ഞാനും. കാര്യം എപ്പോഴും പറഞ്ഞില്ല. ആ രുക്മിണിയുടെ വാടക വീട്ടിലാ ഈ രാജുവും കുടുംബവും ഇപ്പൊ താമസിക്കുന്നേ. മിനിസ്റ്റർ സൈൻ ചെയ്ത എഗ്രിമെന്റ് ഫയല് റെഡി അല്ലേ സർ? എന്താ സംശയം? വെയിറ്റ് ചെയ്യ സാറേ, ഞാൻ ഇതൊക്കെ ഒന്ന് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തോട്ടെ. ഓക്കെ. വെരി ഗുഡ്, എല്ലാം ഓക്കെ സർ. നമ്മുടെ പ്ലാൻ സക്സസ് ആയി. യാതൊരു തടസ്സവും ഇല്ലാതെ ലാപ്ടോപ്പ് വിതരണം ഉടനെ തുടങ്ങാം. കമ്പനി അക്കൗണ്ടിലേക്ക് അഡ്വാൻസും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സാറിന്റെ കമ്മീഷൻ അഡ്വാൻസായി ഒരു 10 ലക്ഷം രൂപ ഇപ്പൊ തരും. ബാക്കി ഓരോ ഗഡുക്കളായി സാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് മതി. സാറിന്റെ അക്കൗണ്ട് നമ്പർ തരൂ. നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ. കമ്പനി നമ്പർ തരാം, അതിലേക്ക് അയച്ചു. ഈ അഡ്വാൻസ് ആയിട്ട് തരുന്നത് 10 ലക്ഷം എനിക്ക് ക്യാഷ് ആയിട്ട് തരും. ക്യാഷ് ആയിട്ട് വേണോ സാറേ? ഓ വേണം. സാർ ഇതിലൊന്ന് സൈൻ ചെയ്ത് തരണം. ദാ ഇവിടെ.
ദാ സർ. ഇനിയുള്ളതെല്ലാം ത്രൂ ദ അക്കൗണ്ട്. ആ. ദൈവമേ, 10 ലക്ഷം രൂപയൊക്കെ ഒരുമിച്ച് വേണമെന്ന് ഞാനിത് ആദ്യമായിട്ടാ. സുശീലന്റെ കമ്മീഷൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. തള്ളക്ക് പേടൊന്നും കൊടുക്കണ്ട. അളിയ, ആദ്യ കമ്മീഷൻ 2 ലക്ഷം. പിടി. ജയ, കഴിയില്ല അളിയ. ഇത് 5 ലക്ഷം. നമ്മൾ തമ്മിലുള്ള പഴയ ഇടപാടുകളൊക്കെ തീർക്കാൻ. ഓക്കെ ഓക്കെ അളിയ, ഓക്കെ. ഇടാ അളിയ, കാശ് വെറുതെ വാരി തൂവി കളയരുത്. ബാക്കി കമ്മീഷൻ കിട്ടുമ്പോ ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. തുടങ്ങാം അളിയ. ദൈവം ഒരു അവസരം തരുമ്പോ അത് നന്നായിട്ട് ഉപയോഗിക്കണം. അതെ, ഈ കാശൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. സൂക്ഷിച്ച് വയ്ക്കണം. ഭാര്യ വീട്ടുകാര് നിന്നെ കരുതിയിരിക്കുന്നതേ വേറൊരു ഇത്തിൽ കണിയായിട്ടാ. ആ ധാരണയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കണം. അവരൊക്കെ എന്റെ പെട്ടെന്നുള്ള വളർച്ച കൊണ്ട് ഞെട്ടട്ടെ. അളിയ, ഞാൻ ഈ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാൻ പോവാ. മാറ്റണം. സൂട്ടും കോട്ടും ഒക്കെ മേടിച്ചിടറാ. നീ ഒരു പണച്ചാക്കാണെന്ന് 4 പേര് അറിയട്ടെ.